ഹായ് ഓൾ, ഹരീസ് വിഷൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന സെക്ഷനിലെ ട്രയാങ്കിൾ കൗണ്ടിങ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ 3 ടൈപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് അനേകം ലൈൻസ് ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാനായിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ താഴെ കാണുന്ന ഓരോ ഫിഗേഴ്സും ശ്രദ്ധിച്ച്, ഇവിടുത്തെ പ്രത്യേകത ഒരു വെർട്ടെക്സിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു ലൈന് ഈ ട്രയാങ്കിൾസിനെ അനേകം പാർട്ടുകളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം ഈ ലൈൻ കട്ട് ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ടായി എന്നുള്ളത് നമ്പർ ചെയ്യണം. ശേഷം നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിൾ കിട്ടുന്നുവോ അത്രയും ട്രയാങ്കിൾ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം മുതലൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ട്രയാങ്കിൾ വെർട്ടെക്സിൽ നിന്ന് ആ ഒരു ലൈന് ഈ ട്രയാങ്കിൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ചെയ്യാനായിട്ട് തുടങ്ങുക. ഇവിടെ 1, 2 നമ്പർ ചെയ്തു. ഇവിടെ ഉണ്ടായ ട്രയാങ്കിൾസിന് നമ്പർ ചെയ്തു. ശേഷം എന്ത് ചെയ്യുക, ഇത് പരസ്പരം എന്ത് ചെയ്യുക, കൂട്ടുക. 1 + 2 3. അതാണ് ഇവിടെ ഉത്തരമായിട്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഇവിടെ നോക്കി, അത് ഏതൊക്കെയാണ് നമുക്ക് കൗണ്ട് ചെയ്തുകൂടാ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കി, ഇത് ഒരു ട്രയാങ്കിളാണ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിളാണ്, ഈ കാണുന്ന വലിയ ട്രയാങ്കിൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഈ 3 ട്രയാങ്കിളാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അതുപോലെ തന്നെ സെയിം ആയിട്ട് ഒരു വെർട്ടെക്സിൽ നിന്ന് ട്രയാങ്കിളിനെ അനേകം പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ചെയ്ത് തുടങ്ങി 1, 2, 3, 4. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയത് 4, 3, 7, 3, 10. അപ്പോൾ ഇവിടെ 10 ട്രയാങ്കിളാണ് ഉണ്ടാകുന്നത്. നമ്മൾ ചുമ്മാ കൗണ്ട് ചെയ്ത് നമ്മുടെ സമയം കളയണ്ട. പരീക്ഷയ്ക്ക് വേഗത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ട്രിക്കാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്ത് ചെയ്യുക, കോമൺ വെർട്ടെക്സ് ഉണ്ട്. കോമൺ വെർട്ടെക്സിൽ നിന്നും ട്രയാങ്കിളിനെ അനേകം പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ ചെയ്ത് ഇവിടെ 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ എത്ര വരും, 9, 12, 12, 3, 15. അല്ല 15 ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ഇനി ഈ താഴത്തെ ക്വസ്റ്റ്യൻസ് നോക്കി. ഇവിടെ കോമൺ പോയിൻ്റ് ഉണ്ട്, എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, 1, 2, 3 നമ്പർ ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ കൂട്ടും, 3, 3, 6 ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെയും കോമൺ പോയിന്റിൽ നിന്ന് അഥവാ കോമൺ വെർട്ടെക്സിൽ നിന്ന് കുറേ ലൈൻസാണ് ഈ ഒരു വലിയ ട്രയാങ്കിളിൽ കട്ട് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്പർ ചെയ്യുക 1, 2, 3, 4. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് 10 ഉത്തരം കിട്ടും. അടുത്ത് ഇവിടെയും സെയിം തന്നെയല്ലേ, ഒരു വെർട്ടെക്സിൽ നിന്ന് ട്രയാങ്കിൾ കട്ട് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4, 5. 5 ട്രയാങ്കിൾ വരുമ്പോൾ നമ്മളിവിടെ സെയിം ഉത്തരം 15. ഓക്കെ അല്ലേ? അപ്പോൾ മറിച്ച് തിരിച്ച് എങ്ങനെയൊക്കെ ചോദിച്ചാലും ഈ ടൈപ്പാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്ന ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. നമ്മൾ നേരത്തെ കണ്ട ആ ടൈപ്പും പുതിയൊരു കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. നേരത്തെ നമുക്ക് ഒരു വെർട്ടെക്സിൽ നിന്ന് ആ ട്രയാങ്കിളിനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിനു പുറമെ വീണ്ടും കുറച്ച് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. വെർട്ടെക്സിൽ നിന്ന് കുറച്ച് ലൈൻസ് ഉണ്ട്, അതിനെയും കട്ട് ചെയ്തുകൊണ്ട് മറ്റ് ലൈൻസ് വരും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ നമ്പറിങ് വേണം. പിന്നീട് ഞാൻ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ ഇതാ ഈ ട്രയാങ്കിളും പിന്നെ ആ വെർട്ടെക്സിൽ നിന്ന് വരുന്ന ആ ഒരു ലൈൻ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കും. എന്ത് ചെയ്താൽ നമ്പർ ചെയ്യുക 1, 2. എന്നിട്ട് എന്ത് ചെയ്യുക, 1, 2, 3 ട്രയാങ്കിൾസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ട്രയാങ്കിളിൽ എത്ര ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കും. ഒരൊറ്റ ലൈനിൽ കട്ട് ചെയ്യുന്നപ്പോൾ 2 ഭാഗങ്ങളായിട്ട് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ × 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര ഉത്തരം കിട്ടും, 6 എന്ന ഉത്തരം കിട്ടും. അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. വെർട്ടെക്സിൽ നിന്ന്
ഒരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ട്രയാങ്കിളിനെ കട്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ വേറെ ലൈനൂടെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ വെർട്ടെക്സിൽ നിന്ന് വരുന്ന ലൈന് ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന ഉത്തരം കിട്ടും. അത് നമ്മൾ നമ്പർ ചെയ്ത് കണ്ടുപിടിച്ചു. പിന്നീട് ഇങ്ങനെ ഈ ഒരു ലൈൻ കാരണം ഈ ട്രയാങ്കിൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 1 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 ഭാഗങ്ങളായതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 6 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇവിടെ നോക്കൂ, കോമൺ വെർട്ടെക്സിൽ നിന്ന് കുറേ ലൈൻസ് ട്രയാങ്കിളിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം ട്രയാങ്കിളിനെ നമ്പർ ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര, 1 2 3 3 6 4 10 ട്രയാങ്കിളാണ് ഇവിടെ ഉണ്ടായത്. അത് ഈ കോമൺ വെർട്ടെക്സിൽ നിന്ന് വരുന്ന ഈ ലൈൻസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം. ഇനി അല്ലാതെ തന്നെ ഇവിടെ 1 2 ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിൾ 1 1 2 3 ഭാഗങ്ങളായിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 30 ട്രയാങ്കിളാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊക്കെ കൗണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാമിന് ഇത് മാത്രം ചെയ്യാനേ സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെയും കോമൺ വെർട്ടെക്സിൽ നിന്ന് അനേകം ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ട്രയാങ്കിളിൻ്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ചെയ്യുക 4 5. അപ്പോൾ ഇവിടെ 15 എന്ന ഉത്തരം കിട്ടും. 15 ഇൻറ്റു ഇവിടെ 1 എത്ര ഭാഗം, 1 2 3 ഭാഗങ്ങളാണ് ആയിട്ടാണ് പിന്നീട് വീണ്ടും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 45 എന്ന് വരും. ഓക്കെ, 30 15 ഓക്കെ 45. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെയും കോമൺ പോയിന്റിൽ നിന്ന് അപ്പോൾ ഇവിടെ നമ്പർ ചെയ്യുക 1 2 3 4. അപ്പോൾ 4 ആകുമ്പോൾ 10 10 ഇൻറ്റു ഇവിടെ മൊത്തം എത്ര ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന 1 2 3 4. ഈ 3 ലൈൻസും ഈ ട്രയാങ്കിളിനെ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ 10 ഇൻറ്റു 4. അങ്ങനെ ഇതിൻ്റെ ഉത്തരം 40 കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ കോമൺ പോയിൻ്റ് ഇതായി ഇവിടെ കിടക്കുന്നു. അപ്പോൾ അത് കാരണം 1 2 3 4 നമ്പർ ചെയ്തെല്ലാം കൂടെ കൂട്ടുമ്പോൾ 4 3 7 10. 10 ഇൻറ്റു ഇവിടെ മൊത്തത്തിൽ എത്രയായിട്ടാണ് മുറിച്ചിരിക്കുന്നത്, ഇവിടെ 1 2 3 4 5. അങ്ങനെ 1 2 3 4 ലൈൻസ് ഇതിനെ 5 ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുകൂടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 10 ഇൻറ്റു 5 നമുക്ക് 50 വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് ആൻസർ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞ്. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ കണ്ടത് ഇവിടെ ട്രയാങ്കിളുണ്ട്, കോമൺ വെർട്ടെക്സിൽ നിന്ന് ലൈന് ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്യുന്നുണ്ട്. പുറമേ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ അതിന് പകരം കുറച്ച് ഭാഗങ്ങളെ മാത്രം കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും നമ്മൾ സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്, വേറെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒന്ന് മാറ്റി ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ കാണിച്ചു. ഇവിടെ ഈ ഒരു വലിയ ട്രയാങ്കിൾ കണ്ടില്ലേ, ഈ ട്രയാങ്കിളിനെ നമ്മൾ എത്ര ഭാഗങ്ങളായിട്ട് ഈ കോമൺ വെർട്ടെക്സ് കട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 1 2 3 കട്ട് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ 3, അതായത് ഇവിടെ നമ്പർ ചെയ്ത് 1 2 3. അങ്ങനെ ഈ ഒരു ഞാൻ സൈഡിൽ വരച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 1 2 3 അങ്ങനെ 3. അപ്പോൾ നമ്പർ ചെയ്യുക 1 2 3 3 3 6. 6 ഇവിടെ ഉത്തരം. ഈ ട്രയാങ്കിൾ മാത്രം 6. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടായിരുന്ന ഈ ട്രയാങ്കിൾ എടുത്തേ, ഈ മുകളിൽ കാണുന്ന ആ ട്രയാങ്കിളിനെ തന്നെ എടുക്കുന്നു. ആ ട്രയാങ്കിൾ എത്ര വരും, ഇവിടെ 1 ഇവിടെ 2, അങ്ങനെ ഇവിടെ മൊത്തത്തിൽ 3. അങ്ങനെ ഈ ട്രയാങ്കിളും കൂടെ ചേരുമ്പോഴല്ലേ ഈ ട്രയാങ്കിൾ ഉണ്ടാകുന്നത്. അപ്പോൾ 6 3 ഉത്തരം 9. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 9 വരുന്നത്. ഓക്കെ ആണോ? ഇല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ക്ലിയർ ആവത്തില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എങ്ങനെയാണ്, ഈ കോമൺ പോയിന്റിൽ നിന്ന് കുറേ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രയാങ്കിൾ ആദ്യം കണ്ടുപിടിക്കുക. ആ ട്രയാങ്കിൾ 1 2 3 4 നമ്പർ ചെയ്തു. 4 3 7 3 10.
പ്ലസ്. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുക. അടുത്ത ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നു. അതിൽ 1 2 അങ്ങനെ 1 2 അങ്ങനെ 3 ട്രയാങ്കിളാണ് ആ ഒരു ട്രയാങ്കിളിൽ മാത്രം. ഇനി അടുത്ത് ഈ ഒരു ട്രയാങ്കിൾ എടുത്തേ. ഇതിൽ മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 4 ട്രയാങ്കിളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 ആണെന്നുണ്ടെങ്കിൽ നമ്പർ ചെയ്ത് 1 2 3 4 അങ്ങനെ 4 3 7 3 10 വീണ്ടും 10. അങ്ങനെ ഇവിടെ ഇതും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 10 3 13 20. അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് വീണ്ടും ആ വലിയ ട്രയാങ്കിളിനെ 1 2 3 4 5 നമ്പർ ചെയ്തു. ആ വലിയ ട്രയാങ്കിളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഈ വലിയ ട്രയാങ്കിൾ ഈ കോമൺ വെർട്ടെക്സിൽ നിന്ന് വരുന്ന ലൈൻസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടാകുന്നു? 15 ട്രയാങ്കിൾ. 15 എങ്ങനെ കിട്ടി? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3 9 12 ഓക്കെ 15 പ്ലസ്. ഇനി അടുത്ത സെഷൻ ഇവിടെ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ ശ്രദ്ധിച്ച് ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. ഈ ട്രയാങ്കിളിന് വേണ്ടി നമ്പർ ചെയ്യുക 1 2 3. അപ്പോൾ 3 3 6 പ്ലസ്. ഇനി അടുത്ത് നമ്മളപ്പോൾ ഈ വലിയ ട്രയാങ്കിളിനെ ഈ കട്ട് ചെയ്യുന്നത് നോക്കി അടുത്ത് ഈ ട്രയാങ്കിൾ എടുത്ത് അതിലും കട്ട് ചെയ്ത് നോക്കി. ഇനി ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനെ ഇവിടെ എത്രയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്? അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ചെയ്യുക 1 2 3 4 ഇവിടെ കൂടെ വരുമ്പോൾ 5 വീണ്ടും. അപ്പോൾ 5 തന്നെയില്ല, അപ്പോൾ 15. അപ്പോൾ 15 15 30 36 ട്രയാങ്കിളാണ് ഇവിടെ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഈ കോമൺ വെർട്ടെക്സിൽ നിന്ന് ആ പോകുന്ന ലൈൻസ് ഇവിടെ 1 2 3 4 നമ്പർ ചെയ്ത് 10 ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. അടുത്ത് ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അവിടെ നമ്പർ ചെയ്ത് അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3. അപ്പം 3 3 6 ട്രയാങ്കിളാണ് ഈ ഒരു സെക്ഷനിൽ മാത്രമായിട്ടുള്ളത്. അടുത്തതിന് ഈ സെക്ഷനാണ് നമ്മൾ എടുക്കുന്നു. ഈ സെക്ഷൻ എടുക്കുമ്പോൾ അവിടെ നമ്പർ ചെയ്യുക 1 2 3 4. അപ്പോൾ 4 വരുമ്പോൾ 10 ട്രയാങ്കിൾ. അതായത് ഈ ഉള്ള എല്ലാ ട്രയാങ്കിളും കൂട്ടിയെടുക്കുമ്പോൾ 10 20 30 ഇവിടെ 26 ട്രയാങ്കിളാണ് ഉള്ളത്. അടുത്തതിന് ഈ താഴെ കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ നോക്കി ഇവിടെ എത്രയുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വലിയ ട്രയാങ്കിൾ എടുക്കുന്നു. വലിയ ട്രയാങ്കിളിൽ ഈ കാണുന്ന ഈ ലൈൻസ് കാരണം ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടാകുന്നു അതിന് വേണ്ടിയിട്ട് നമ്പർ ചെയ്താൽ മതി. 3 4 5 വരുമ്പോൾ 15 ട്രയാങ്കിൾ. 15 പ്ലസ്. അടുത്തെന്ത് ചെയ്യുക? ഈ ട്രയാങ്കിൾ എടുക്കുന്നു. ആ ട്രയാങ്കിൾ നമ്പർ ചെയ്ത് 1 2 1 2. അപ്പോൾ ആ ഒരു സെക്ഷനിൽ 3 ട്രയാങ്കിളാണ് ഉള്ളത്. അടുത്ത് ഈ കാണുന്ന ഈ ഒരു സെക്ഷനിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് അത് നമ്പർ ചെയ്യുക 1 2 അങ്ങനെ 3 ട്രയാങ്കിൾ. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും കൂടെ ചേരുന്നതാണ് ഈ ഒരു കാണുന്ന ഫുൾ ഫിഗർ. അപ്പോൾ മൊത്തത്തിൽ 15 3 18 3 21 ട്രയാങ്കിളാണ് ഇവിടെയുള്ളത്. ഓക്കെ. അപ്പോൾ ഓരോന്ന് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നു. അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 10 സെക്കൻഡിനും താഴെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് സ്പെൻഡ് ചെയ്താൽ മതി. അത് നമുക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുവയ്ക്കുന്നു. വീണ്ടും നമ്മൾ കാണും പുതിയൊരു വീഡിയോ ആയിട്ട്. ബാക്കിയുള്ള ഫിഗേഴ്സ് ഇതുപോലെ സ്ക്വയർ റെക്റ്റാങ്കിളിൻ്റെ എണ്ണം ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. സോ സൈനിങ് ഓഫ്.